ഒരു മനയിലേക്ക് കയറി വന്ന അതിഥി, ആ ഒരു മനയിലെ കാർന്നോര്, അവിടുത്തെ ഒരു പാചകക്കാരൻ, ഈ 3 പേരും കൂടി ചേർന്നുള്ളൊരു നിഗൂഢത നിറഞ്ഞ കുറേയധികം മണിക്കൂറുകളാണ് ശരിക്കും ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും. അതുതന്നെ ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഒരു ജോണറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ശരിക്കും നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ വളരെ ചുരുക്കമാണ്. 5 പേര് പരമാവധി ഈ സിനിമയിലുണ്ട്. 5 പേരിൽ തന്നെ 3 പേര് മാത്രമാണ് മുഴുനീള ഈ ഒരു സിനിമയിൽ ഉള്ളത്. ബാക്കി 2 പേര് ഇടയ്ക്ക് കുറച്ച് ഷോട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 പേരെ കൊണ്ട് തന്നെ ഈ ഒരു 2.5 മണിക്കൂർ നേരം നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും ഈ ദൃശ്യാനുഭവങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഭ്രമയുഗം. മുഴുനീള നമ്മളെ ത്രസിപ്പിക്കുകയും എന്നാൽ ചില നിമിഷങ്ങളൊക്കെ ശരിക്കും പേടിപ്പെടുത്തുകയും കൂടെ ചെയ്യുന്നുണ്ട് സിനിമ. വളരെ മികച്ച ഒരു അനുഭവമാണ് നമുക്കിത്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നമുക്ക് തരുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു 42 വർഷത്തെ ഈ ഒരു കരിയറിൽ ഏറ്റവും വ്യത്യസ്തമായൊരു വേഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു വേഷം ഈ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമാണ്. കാരണം അത്ര മികച്ച പെർഫോമൻസാണ് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ പരീക്ഷണങ്ങൾക്ക് എപ്പോഴും തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ എപ്പോഴും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എല്ലാവരും തന്നെ പറയുന്നത്. ശരിക്കും പുതുമുഖ സംവിധായകർ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ സിനിമയിലൊരു വളരെ എല്ലാം തന്നെ വളരെ മികച്ച സീനുകളാണെങ്കിലും ഈ പകിട പലകയിൽ വീഴുന്ന സമയത്ത് ഒരു ഷോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഈ പകിട പലകയിൽ വീണു ഇനി കളിക്കാതിരിക്കാൻ തരയില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട് മമ്മൂട്ടിയുടെ. എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയിച്ചിരുന്നു പോകും തിയേറ്ററിൽ. അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ഈ ഒരു സിനിമയിൽ. വളരെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്, ഒന്ന് അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനുമാണ്. എനിക്ക് തോന്നുന്നു സ്പിരിറ്റിനൊക്കെ ശേഷം സിദ്ധാർത്ഥ് ഭരതൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ഈ സിനിമയിലേത്. അദ്ദേഹം മുഴുനീളം അദ്ദേഹം ഈ സിനിമയിലുണ്ട്, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു ആളെന്ന് പറഞ്ഞാൽ അർജുൻ അശോകാണ്. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ഫിലിമിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഭ്രമയുഗത്തിൽ. ഈ സിനിമയിൽ നമ്മളിങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെയും അപ്പുറം മികച്ച പെർഫോമൻസാണ് പലപ്പോഴും തന്നെ അർജുൻ അശോകൻ ഈ സിനിമയിലൂടെ കാഴ്ചവെക്കുന്നത്. എന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാർക്ക് ചെയ്ത് വെക്കുന്ന അടയാളപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിലേത്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഈ സിനിമയിലെ പാട്ടുകൾ, അത് ഈ സിനിമയുടെ ഇഴകിച്ചേർന്ന പാട്ടുകൾ എന്ന് തന്നെ പറയണം. അതിനും മേലെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. ശരിക്കും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നല്ലൊരു പങ്കുണ്ട് ഈ സിനിമയിൽ. ഇതിൻ്റെ ആർട്ട്, പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന ടി.ഡി. രാമകൃഷ്ണൻ. മികച്ച രീതിയിലുള്ള ഡയലോഗ്സാണ് ഈ ഒരു സിനിമയിലൂടെ ടി.ഡി. രാമകൃഷ്ണൻ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇത്രയും മികച്ച വ്യത്യസ്തമായ ഈ ഒരു സിനിമ നമുക്ക് വേണ്ടി തന്ന ഇതിൻ്റെ ഡയറക്ടറെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ സിനിമകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ 72ാമത്തെ വയസ്സിലും ഇതുപോലുള്ള വ്യത്യസ്തമായ വേഷങ്ങളുമായിട്ട് മലയാള സിനിമയല്ല ശരിക്കും ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ് കേട്ടോ. കാര്യം ഈ പ്രായത്തിലും യുവ താരങ്ങൾക്ക് വരെ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. പലരും തന്നെ പറയുന്നു ഇതൊരു മമ്മൂട്ടി യുഗമാണെന്നാണ് പറയുന്നത് സിനിമയിൽ. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും മമ്മൂട്ടി നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി വരട്ടെ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ ഇനിയും ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ കാണുക. അത് കണ്ടവർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് രേഖപ്പെടുത്തും. നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തത്, ഈ സിനിമ? ഇത് എത്രത്തോളം നല്ല സിനിമയായിട്ട് നിങ്ങൾക്ക് തോന്നി, അല്ലെ എത്രത്തോളം മോശം സിനിമയായിട്ട് തോന്നി എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇതൊരു വിലയിരുത്തൽ നടത്താമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇത് ഭ്രമയുഗ, കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം.